ജീവനും കുതിക്കുന്നു. പശുക്കുട്ടിയെ പോലെ ജീവനും കുതിക്കുന്നു ബ്രഹ്മത്തെ കണ്ടിട്ട്, ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ. അപ്പൊ എന്തിനാ മനുഷ്യൻ ജീവിക്കുന്നത്? എന്തിനാ ജീവിക്കുന്നത്? ബ്രഹ്മസായു. അതിന്റെ പേരാണ് പൂർണ്ണബോധം. ഈ ബോധം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കെടാവിളക്ക് പോലെ വെക്കണം. ഞാൻ എന്തിനാ ഭൂമിയിൽ വന്നത്? കാലത്ത് എണീറ്റാ നമ്മളെ ഓർമ്മിപ്പിക്കണം. എന്തിനാ ഞാൻ രാവിലെ എണീറ്റത്? ദോശ ഇഡ്ഡലി ഉണ്ടാക്കാനോ വീട്ടിലുള്ള പ്രാരബ്ധം തീർക്കാനാണോ വന്നത്? അല്ല. ഞാൻ എന്തിനാ വന്നത്? എന്റെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അതിന് ഞാൻ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഈ ബോധം എത്ര പേർക്ക് ശരിക്കും വന്നിട്ടുണ്ട്? നന്നായി. ഇനി നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ രാവിലെ എണീറ്റ് ജപിച്ചിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ഈ ജന്മമല്ല, എത്ര ജന്മായാലും പഠിച്ചത് ഈ പാടിയത് തന്നെ പാടി നരകിച്ചു തീർക്കണം. കാരണം അവരൊരു കാലത്തും നന്നാവാൻ ശ്രമിക്കില്ല. ആർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും? കാരണം നമ്മളെ ഹിന്ദുക്കൾ വഴിതെറ്റിപ്പോയത്, നമ്മുടെ വിചാരം നമ്മൾ നന്നാവണ്ട, നമ്മളെ ഭഗവാൻ നന്നാക്കി തരുന്ന. ആര് നന്നാക്കി തരും? അങ്ങനെ ഒരു ബോധം നിങ്ങൾക്കൊക്കെ ഇല്ലേ? ഉണ്ടോ? ഒരു ഭഗവാനും നമ്മളെ ആരെയും നേരെയാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഓരോരുത്തരുടെ മനസ്സും സ്വതന്ത്രമാണ്. സ്വതന്ത്രമായൊരു മനസ്സിനെ നേരെയാക്കാൻ കാരണം അവനവന് തീരുമാനിക്കാം. നന്നാവണോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ നല്ലതൊക്കെ ഉപദേശിച്ചു ദുര്യോധനന്. ആ കൃഷ്ണന്റെ മുഖത്ത് നോക്കി ദുര്യോധനൻ പറഞ്ഞെന്തറിയോ? എനിക്ക് കൃഷ്ണ നിന്റെ ഉപദേശമൊന്നും വേണ്ട. ജാനാമി ധർമ്മം ജാനാമ്യധർമ്മം നജമേ നിവൃത്തി ന പ്രവൃത്തി. എനിക്ക് ധർമ്മവും അറിയാം അധർമ്മവും അറിയാം. എന്നെ നീ ധർമ്മം പഠിപ്പിക്കണ്ട. ഞാൻ ധർമ്മമൊട്ട് ചെയ്യാനും പോകുന്നില്ല, അധർമ്മത്തിൽ നിന്ന് മാറാനും പോകുന്നില്ല. ഇത് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾ പറയാറില്ലേ, എന്നെ ഉപദേശിക്കണ്ട, ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം പറയാറില്ലേ? അവരൊക്കെ ദുര്യോധന്റെ കുടുംബത്തിൽപ്പെട്ടതാ. ആരെ കുടുംബത്തിൽ? ദുര്യോധന്റെ കുടുംബത്തിൽപ്പെട്ടതാ. അതായത് നിങ്ങളൊന്നും പറഞ്ഞ് എന്നെ നന്നാക്കണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം. ഇനി നിങ്ങൾക്ക് എന്നെ അങ്ങനെ കണ്ടുകൂടാമെങ്കിൽ ഞാൻ നിങ്ങളെ ഇറങ്ങിത്തരാം. ഇറക്കി വിട്ടാൽ മതിയെന്നോ? എന്നാ പിന്നെ അത് നേരെ ആവുമായിരുന്നു. പക്ഷെ അതിനെ ഇറക്കി വിടില്ല, അങ്ങനെ ഉള്ളിൽ ഇറക്കി നടക്കും. ഇതൊക്കെയാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ആണോ?